വിഴിഞ്ഞം തുറമുഖത്തിന്റെ 2-3 ഘട്ട വികസനം 2028 പൂർത്തിയാകുമെന്നും പാസഞ്ചർ കാർഗോ ഷിപ്മെന്റ് സൗകര്യങ്ങൾ കൂടി വരുന്നതോടെ വിഴിഞ്ഞം ഇന്റർഗ്രേറ്റഡ് ലോജിസ്റ്റിക് ഹബ് കേരളത്തിന്റെ വികസനത്തിന്റെയും പുരോഗതിയുടെയും പ്രവേശന കവാടമായി തീരുമെന്നും മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു. തിരുവനന്തപുരത്ത് നടന്ന ദ്വിദിന വിഴിഞ്ഞം അന്താരാഷ്ട്ര കോൺക്ലേവിൽ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വലാർപാടം കണ്ടെയ്നർ ടെർമിനലും വിഴിഞ്ഞം തുറമുഖവും മറ്റു 17ഓളം ചെറിയ തുറമുഖങ്ങളും ചേരുന്നതോടെ കേരളം സൗത്ത് ഏഷ്യയിലെ തുറമുഖങ്ങളുടെ നായകനായി മാറും. ആഗോള വിതരണ ശൃംഖലയിൽ വല്ലാർപാടവും വിഴിഞ്ഞവും കേരളത്തിന് ഇരട്ടിക്കരുത്തേക്കും. വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ 2-3 ഘട്ടം പൂർത്തിയാകുന്നതോടെ കേരളം സുസ്ഥിര പരിസ്ഥിതി സൗഹാർദ്ദ വികസനത്തിന് ലോകമാതൃകയായി മാറും. വിഴിഞ്ഞത്തേക്കുള്ള ചരക്ക് നീക്കത്തിന്റെ കണക്ടിവിറ്റിയിൽ വ്യവസായികൾക്കുള്ള ആശങ്കകൾ പരിഹരിക്കാൻ വിഴിഞ്ഞത്തേക്ക് റെയിൽ റോഡ് കണക്ടിവിറ്റി ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ബാലരാമപുരത്ത് നിന്നും വിഴിഞ്ഞം തുറമുഖത്തേക്കുള്ള 10 കിലോമീറ്റർ പോർട്ട് റെയിൽ ടണൽ ടെർമിനൽ 4 വർഷത്തിനകം യാഥാർത്ഥ്യമാകുമെന്നും മന്ത്രി പ്രഖ്യാപിച്ചു. ഇത് ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് അടക്കമുള്ള ചരക്കുനീക്കം സുഗമമാക്കും. കൂടാതെ വിഴിഞ്ഞം തുറമുഖത്ത് നിന്നും ദേശീയപാത 66ലേക്കുള്ള കണക്ടിവിറ്റി 2 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കും. ഇത് സംബന്ധിച്ച് ദേശീയപാത അതോറിറ്റിയുമായി സംസാരിച്ച് ധാരണയിലെത്തിയിട്ടുമുണ്ട്. അതുവരെ NH 66ലേക്ക് താൽക്കാലിക ഗതാഗതത്തിനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിന് തീരുമാനമായതായും ഇത് സുഗമമായ ചരക്ക് നീക്കത്തിന് സഹായകരമാണെന്നും മന്ത്രി പറഞ്ഞു. കപ്പൽചാലിൽ മത്സ്യബന്ധന ബോട്ടുകളുടെ സാന്നിധ്യമെന്ന കാര്യം സർക്കാരിന്റെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. ഇക്കാര്യത്തിൽ സർക്കാർ പരിശോധിക്കുമെന്നും പരിഹാര മാർഗങ്ങൾ കണ്ടെത്തുമെന്നും മന്ത്രി പറഞ്ഞു. അതിനിടെ മുദ്രാ തുറമുഖത്തിന്റെ മാതൃകയിൽ വിഴിഞ്ഞത്ത് പ്രത്യേക സാമ്പത്തിക മേഖല വികസിപ്പിക്കാൻ പദ്ധതിയുണ്ടെന്ന് അദാനി പോർട്സ് കണ്ടെയ്നർ ബിസിനസ് മേധാവി ഹരികൃഷ്ണൻ സുന്ദരവും പറഞ്ഞു. വിഴിഞ്ഞം കോൺക്ലേവിന്റെ 2ാം ദിനത്തിൽ തുറമുഖത്തിനപ്പുറം വിഴിഞ്ഞം കേരളത്തെ ആഗോള സാമ്പത്തിക ശക്തി കേന്ദ്രമാക്കി മാറ്റുന്നു എന്ന സെഷനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തുറമുഖത്തെ അടിസ്ഥാനമാക്കിയുള്ള വികസനത്തിന് ഒരു വ്യാവസായിക ആവാസ വ്യവസ്ഥ സജ്ജമാക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഇന്ത്യയിലെ ഒരു തുറമുഖവും പ്രവർത്തനം ആരംഭിച്ച ആദ്യ വർഷത്തിനുള്ളിൽ 1 ദശലക്ഷം TEU കൈകാര്യം ചെയ്തിട്ടില്ല. ഇത് വിഴിഞ്ഞത്തിന്റെ അപാരമായ സാധ്യതകളാണ് തുറന്നുകാട്ടുന്നത്. ജബൽ അലി തുറമുഖം UAEയുടെ വളർച്ചയ്ക്ക് ഊർജ്ജമേകിയതുപോലെ കേരളത്തിന് സാമ്പത്തിക വ്യവസായിക വളർച്ചയ്ക്ക് വിഴിഞ്ഞം ഉൾപ്രേരകമാകും. നിലവിൽ വിഴിഞ്ഞം ഒരു ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം മാത്രമേ ആകുന്നുള്ളൂ. അതായത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് കൂറ്റൻ മദർഷിപ്പുകളിൽ അവിടെ എത്തിക്കുന്ന കണ്ടെയ്നറുകൾ ഇറക്കിവെച്ച് പിന്നീട് അത് ചെറിയ കപ്പലുകളിൽ കയറ്റി വിവിധ തുറമുഖങ്ങളിലേക്ക് കയറ്റിക്കൊണ്ടുപോകുന്നു. എന്നാൽ വിഴിഞ്ഞത്തിന്റെ സാധ്യതകൾ പൂർണ്ണമായി പ്രയോജനപ്പെടണമെങ്കിൽ വാണിജ്യ വ്യാപാര മേഖലകളിലെ ഉൽപ്പന്നങ്ങൾ ഇവിടെ നിന്ന് വൻതോതിൽ കയറ്റി അയക്കാൻ പാകത്തിൽ തുറമുഖം വികസിപ്പിക്കേണ്ടതുണ്ട്. അതിനാകട്ടെ ആവശ്യം വേണ്ടത് വിവിധയിടങ്ങളിൽ നിന്ന് വിഴിഞ്ഞത്തേക്ക് റോഡ് റെയിൽ മാർഗങ്ങൾ ആധുനിക രീതിയിൽ വികസിപ്പിച്ചെടുക്കുക എന്നതാണ്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടനത്തിന് സമയമായിട്ടും ഈ വഴിക്ക് നടപടിയൊന്നുമായിട്ടുമില്ല. തുറമുഖത്ത് നിന്നുള്ള റെയിൽപാതയ്ക്ക് കൃത്യമായ രൂപരേഖ പോലും ആയിട്ടില്ല. തുറമുഖ നിർമ്മാണത്തിനൊപ്പം തന്നെ ഏറ്റെടുക്കേണ്ട ദൗത്യമായിരുന്നു ഇത്. ഇപ്പോൾ തുടങ്ങിയാൽ തന്നെ എത്ര നാൾ അത് പൂർത്തിയാക്കാൻ വേണ്ടിവരുമെന്ന് നിശ്ചയമില്ല. ഇതുപോലെ തന്നെയാണ് റോഡിന്റെ കാര്യവും. ദേശീയപാത തൊട്ടടുത്തുണ്ടെങ്കിലും വിപുലമായ കണക്ടിവിറ്റിക്ക് വിശാലപാത പുതിയതായി നിർമ്മിക്കേണ്ടി വരും. നിർദ്ദിഷ്ട ശബരിപാത വിഴിഞ്ഞത്തേക്ക് ദീർഘിപ്പിക്കുന്നത് വിഴിഞ്ഞം തുറമുഖത്തിനും പാത കടന്നുപോകുന്ന പ്രദേശങ്ങൾക്കും വലിയ വികസന സാധ്യതകൾ തുറന്നിടും. അതുപോലെ പുതിയ റോഡുകൾക്ക് ഇരുവശവും തുറമുഖവുമായി ബന്ധപ്പെട്ട് ധാരാളം വ്യവസായശാലകൾക്കും വളർന്നു വരാനാകും. ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള വിശാല കാഴ്ചപ്പാടാണ് സർക്കാരിന് വേണ്ടത്. ശബരിപാത യാഥാർത്ഥ്യമാക്കാൻ സർക്കാർ നിശ്ചയദാർഢ്യത്തോടെ ഇറങ്ങണം. അത് വിഴിഞ്ഞത്തേക്ക് നീട്ടിയാൽ വിഴിഞ്ഞം മുതൽ ഷൊർണൂർ വരെയുള്ള ചരക്ക് നീക്കം സുഗമമാകും. കൊച്ചി ഷൊർണൂർ സെഷനിൽ പുതിയൊരു പാത കൂടി വരുന്നുണ്ട്. വിഴിഞ്ഞത്തെത്തുന്ന കണ്ടെയ്നറുകൾ മറ്റു തുറമുഖങ്ങളിലേക്ക് കയറ്റിവിടുന്നതിലൂടെ മാത്രം സമ്പത്ത് കൊയ്യാമെന്ന് കരുതരുത്. സമ്പൂർണ്ണ തുറമുഖമായി അതിനെ വികസിപ്പിക്കുകയാകുന്നതാകണം ലക്ഷ്യം. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.